ഹലോ ഗൈസ്, ഇത് കയ്യൊക്കെ കിട്ടോ? ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? വെറൈറ്റി ആയിട്ടെ ഒരു Q&A ചെയ്താലോ എന്ന് വിചാരിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പോസ്റ്റ് യൂട്യൂബിലിട്ടിരുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ, എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു പോസ്റ്റ് ഇട്ടു. പക്ഷേ ആർക്കും ഒന്നും അറിയാനില്ല. ഒരു മനുഷ്യൻ പോലും അതിൽ കമൻറ്റ് ചെയ്തില്ല. ആദ്യം ഒരു സങ്കടമൊക്കെ വന്നു. എന്നാലും ഓർത്ത് സാരമില്ല, പോട്ടെ, ഞാൻ തന്നെ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. യൂട്യൂബൊക്കെ തുടങ്ങി വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ എന്നെക്കുറിച്ച് ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണെന്നോ എന്നെക്കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് എടുക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യം എന്നെക്കുറിച്ച് തന്നെ പറയാം. എൻ്റെ പേര് ശ്വേത മെൻഡസ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ശ്വേത മെൻഡസ് എന്ന് തന്നെയാണ്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് ചേരാനല്ലൂരാണ്. എൻ്റെ സ്വന്തം വീട് നെട്ടൂരാണ്. ഞാൻ ഈ യൂട്യൂബ് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. സോളിഡായിട്ടുള്ള ഒരു ആൻസർ എൻ്റെ കയ്യിലില്ല. ഈ കോവിഡ് ടൈമിൽ ഇപ്പം ലോകത്തുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനെയും പോലെ ഞാനും ബോറടിച്ചിരുന്നപ്പോൾ അന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം എന്ന് കരുതി തുടങ്ങിയതാണ്. അതിൽ ഫസ്റ്റ് കണ്ടൻറ്റ് ഒബ്വിയസ്ലി കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു. അതിൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിലുള്ള ഡാൽഗോണ കോഫിയൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും അങ്ങനെ ഏറ്റില്ല. അതിനുശേഷം ഒരു ഗിറ്റാർ വാങ്ങി അതിൽ കുറച്ച് മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്ത് നോക്കി. അതും അങ്ങോട്ട് സെറ്റായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് വന്നു. കുറച്ച് നാൾ വീഡിയോസ് ഒന്നും തന്നെ ഇട്ടില്ല കാര്യമായിട്ട്. പിന്നെ കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞുണ്ടാവുന്നതിന് മുൻപ് ആക്ച്വലി പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഒരു 9th month 8th month 9th month ഒക്കെ ആയപ്പോൾ അതിൻ്റെ ഫങ്ഷൻസിൻ്റെ കുറച്ച് വീഡിയോസും അല്ലാതെ പ്രഗ്നൻസി എക്സസൈസ് വീഡിയോസ് അങ്ങനെ കുറച്ച് ചെയ്തു. അതിലൊന്ന് രണ്ട് വീഡിയോസാണ് കുറച്ച് വൈറലായത്. അങ്ങനെയാണ് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ആക്ച്വലി കിട്ടിയത് കേട്ടോ. പക്ഷേ കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ വിചാരിച്ചതുപോലെ ഒരു വീഡിയോസ് ചെയ്യാനോ യൂട്യൂബിലേക്ക് ശ്രദ്ധിക്കാനോ ഒന്നിനുള്ളൊരു ടൈമും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഹെക്റ്റിക്കായിരുന്നു ലൈഫെല്ലാം. അങ്ങനെ പിന്നീടും ഗ്യാപ്പ് വന്നു. അതിനുശേഷം കുഞ്ഞ് കുറച്ച് വലുതായി, 1 വയസ്സൊക്കെ ആയപ്പോഴാണ് നമ്മൾ ട്രാവലൊക്കെ ചെയ്തു തുടങ്ങിയത്. സോ ഫാമിലി ആയിട്ട് നമ്മൾ കുറച്ച് ട്രിപ്സൊക്കെ പോയി. അപ്പോൾ അങ്ങനെ അതിൻ്റെ വീഡിയോസ് യൂട്യൂബിലിട്ടു. പിന്നെ കുറച്ച് ഡാൻസ് വീഡിയോ, ഫാമിലിയിലുള്ള എന്തെങ്കിലും ഫങ്ഷൻസ്, കുഞ്ഞിൻ്റെ എന്തെങ്കിലും വീഡിയോസ്, അങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ യൂഷ്വലി ഇടാറുള്ളത്. സോ എന്നെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓക്കെ, ഇനി എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലിയോ ബേസിൽ. ഞങ്ങൾക്കൊരു മകനുണ്ട്, അവന് 2 വയസ്സായി. അവൻ്റെ പേരാണ് ആദം ജോൺ. പിന്നെ ഞാൻ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. അപ്പോൾ കൂടെ ഹസ്ബൻഡിൻ്റെ ഡാഡി, മമ്മി, ബ്രദറുണ്ട്. ബ്രദറിൻ്റെ കൂടെയാണ് ഞാൻ ഇടയ്ക്ക് ഷോർട്സ് വീഡിയോസ്, ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ മമ്മി ആണെങ്കിലും ഇവിടുത്തെ മമ്മിക്കും വീഡിയോസൊക്കെ ചെയ്യാൻ മമ്മിക്കും ഡാഡിക്കും ഇഷ്ടമാണ്. സോ അവരുടെ കൂടെയും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫണ്ണി ആയിട്ടുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ഐഡിയ വന്നാൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ഡാഡ, മമ്മി, ബ്രദറിൻ്റെ വൈഫ് ആൻഡ് അവർക്കൊരു മകനുമുണ്ട്. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി. പിന്നെ എൻ്റെ വർക്ക് ഓർ പ്രൊഫഷണൽ ലൈഫ് പറയുകയാണെങ്കിൽ ഞാൻ TCS എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഈ യൂട്യൂബ് എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലൊന്നും അല്ല എൻ്റേത്. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ഞാൻ മോണിറ്റൈസ്ഡ് ആണോ, എനിക്കിതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടോ എന്ന്. പക്ഷെ ഒന്നുമില്ല. കാരണം ഞാനിതിലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. ഇത്ര വാച്ച് അവേഴ്സ് വേണം, അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, അതും വിത്തിൻ ദീസ് മെനി ഡേയ്സ്. അതൊന്നും ഞാൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് വരുമാനം ഒന്നും തരുന്നില്ല. പോരാത്തതിന് ഞാൻ അങ്ങനെ ഒരു എന്നെ ഇൻഫ്ലുവൻസർ ആയിട്ടൊന്നും കണക്കാക്കിയിട്ടുമില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തായാലും ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫണ്ണി ആയിട്ട് തോന്നുന്നതും എന്തെങ്കിലും എൻജോയിങ് ആയിട്ട് തോന്നുന്നതും ആൾക്കാർക്ക് കാണാൻ താല്പര്യം കാണും എന്ന് വിചാരിക്കുന്നതുമായിട്ടുള്ള കണ്ടൻസ് ആണ് എടുക്കുന്നതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും. അതിന് ആവശ്യത്തിന് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നു, അവർ കാണുന്നു, അത്രയേ ഉള്ളൂ. സോ ഇനിയും ഇതുപോലെ കുറച്ചും കൂടി വീഡിയോസ് ഇടണം, കുറച്ചും കൂടി ആക്റ്റീവായിട്ട് യൂട്യൂബിൽ വീഡിയോസ് കണ്ടന്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്.
സോ കുറച്ച് ട്രാവൽ റിലേറ്റഡ് വീഡിയോസ്, എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാം. അതുപോലെ ഡെയിലി എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സോ എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും ഇനി തരാനിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.